എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം നടത്തി കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് പെരുമ്പാവൂരിൽ. മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് ഷിയാസ് മത്സരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞ കാര്യമാണ്. ഒരു 10 വർഷം മുമ്പെങ്കിലും മത്സരിക്കേണ്ടിയിരുന്ന ഒരാളാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ DCC പ്രസിഡന്റുമാരിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള, അല്ലെങ്കിൽ ആര് മാർക്കിട്ട് കഴിഞ്ഞാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മുഹമ്മദ് ഷിയാസ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഇടയ്ക്ക് ഉയർന്നു വന്ന ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ തൽക്കാലം മത്സരിപ്പിക്കേണ്ട, മറിച്ച് അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. എൽദോസ് കുന്നപ്പള്ളിയെ ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ വിജയത്തെ ബാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിന് സാധ്യത തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ ക്രിസ്ത്യൻ സഭകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ എൽദോസ് കുന്നപ്പള്ളി ജാക്കോബിറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഈ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനവുമുണ്ട്. നമസ്കാരം. ഈ പ്രാവശ്യം എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം നടത്തി കഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട് പെരുമ്പാവൂരിൽ. കാരണം പെരുമ്പാവൂരിൽ അദ്ദേഹം ഏകദേശം 20,000-ഓളം വീടുകൾ കയറി ഇറങ്ങി എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നേരിട്ട് വീടുകളിലെത്തി തൻ്റെ വികസന കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിലും അദ്ദേഹം തന്നെ നേരിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ഗ്രാമയാത്ര എന്നൊരു പേരും കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മൊത്തത്തിലൊരു കൺഫ്യൂഷനിലാണ്. ഈ കൺഫ്യൂഷന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും അവസാനമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽദോസ് കുന്നപ്പള്ളിയെ DCC പ്രസിഡന്റ് ആക്കിക്കൊണ്ട് മുഹമ്മദ് ഷിയാസിനെ പെരുമ്പാവൂർ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് അവസാന നിമിഷം നടന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതൊക്കെയാലും മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് ഷിയാസ് മത്സരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞ കാര്യമാണ്. ഒരു 10 വർഷം മുമ്പെങ്കിലും മത്സരിക്കേണ്ടിയിരുന്ന ഒരാളാണ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ എന്ന് തന്നെ പറയേണ്ടി വരും, അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കിട്ടാതെ പോയി. ഈ കേരളത്തിലെ DCC പ്രസിഡന്റുമാരിൽ ഏറ്റവും സമർത്ഥനായിട്ടുള്ള, അല്ലെങ്കിൽ ആര് മാർക്കിട്ട് കഴിഞ്ഞാലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ മുഹമ്മദ് ഷിയാസ്. മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ച് മുഹമ്മദ് ഷിയാസിന് ചില ഏകാധിപത്യ രീതികളൊക്കെ ഉണ്ട്, മറ്റ് നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിക്കുകയില്ല എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളൊക്കെ മുതിർന്ന ചില നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതിനപ്പുറത്തേക്ക് ഷിയാസ് ഒരു വിജയിച്ച DCC പ്രസിഡന്റാണ്, അല്ലെങ്കിൽ എറണാകുളത്തിന് യോജിച്ച ഒരു DCC പ്രസിഡന്റ് തന്നെയാണ് മുഹമ്മദ് ഷിയാസ് എന്നതിൽ തർക്കമൊന്നുമില്ല. അതേപോലെ തന്നെ പെരുമ്പാവൂരുകാർക്ക് പ്രിയപ്പെട്ടവനാണ് ഈ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിട്ട്, എൽദോസ് കുന്നപ്പള്ളി ഇതിനു മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അതുകൊണ്ട് KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് പെരുമ്പാവൂരിൽ നിന്നുള്ള MLA ആയിട്ട് മാറിയത്. പെരുമ്പാവൂർ MLA ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് വികസന പരിപാടികളും കാര്യങ്ങളും ഒക്കെ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിനെതിരെ ഇടയ്ക്ക് ഉയർന്നു വന്ന ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയെ തൽക്കാലം മത്സരിപ്പിക്കേണ്ട, മറിച്ച് അദ്ദേഹത്തെ DCC പ്രസിഡന്റ് ആക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയാലും ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൽദോസ് കുന്നപ്പള്ളി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു MLA ആണ്, ഒരിക്കലും ഒരു ഫെയിൽ ആയിട്ടുള്ള ഒരു MLA അല്ല. മറ്റ് നിയോജക മണ്ഡലത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു MLA തന്നെയാണ് ഈ എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളിയെ ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവിടെ വിജയത്തെ ബാധിക്കുമോ എന്നൊരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിന് സാധ്യത തള്ളിക്കളയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൽദോസ് കുന്നപ്പള്ളി അങ്ങനെ മുഹമ്മദ് ഷിയാസ് അവിടെ മത്സരിക്കാൻ വരുന്നത് കൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് പ്രവർത്തനം നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഏതൊക്കെയാലും അടുത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ മത്സരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ബെന്നി ബെഹനാൻ മത്സരിക്കാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തി കൂടിയായിട്ടാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന് പറയുന്നത്. എൽദോസ് കുന്നപ്പള്ളി എനിക്കൊന്ന് അഡ്വക്കേറ്റ് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭാഷകളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ട്രോളുകളിലൊക്കെ ഈ കവിയാണ് എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയൊരു രാഷ്ട്രീയ സാധ്യതകൾ എൽദോസ് കുന്നപ്പള്ളിക്ക് മുമ്പിലുള്ളത് കൊണ്ട് തന്നെ പെരുമ്പാവൂർ ഒരു കാരണവശാലും മുഹമ്മദ് ഷിയാസിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തനത്തിന് എൽദോസ് കുന്നപ്പള്ളി പോകും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജാക്കോബിറ്റ് സഭാവിഭാഗങ്ങളുടെ തീരുമാനം അതെന്തെന്നായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് കരുതലോട് കൂടിയിട്ട് വേണം കോൺഗ്രസ് മുൻപോട്ട് പോകാനായിട്ട്. കാരണം എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ ക്രിസ്ത്യൻ സഭകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ക്രിസ്ത്യൻ സഭകൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ ഉള്ള
ഈ ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ആളുകൾക്ക് പരിഗണന നൽകാത്തതിലുള്ള ഒരു ശക്തമായ പ്രതിഷേധം ഈ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി അത് ജാക്കോബിറ്റ് സഭയുടെ ഭാഗത്തുനിന്നുകൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ഒരു തലവേദനയായിട്ട് എറണാകുളം ജില്ലയിൽ മാറും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ എൽദോസ് കുന്നപ്പള്ളി ജാക്കോബിറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതിലൊക്കെ ഉപരിയായിട്ട് ഈ പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ കൃത്യമായ സ്വാധീനവുമുണ്ട്. അങ്ങനെയുള്ള ഒരു MLA മാറ്റുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് 5000-ന് താഴെയുള്ള, എനിക്ക് കണക്ക് പരിശോധിച്ച് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, 5000-ൽ താഴെയുള്ള ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എൽദോസ് കുന്നപ്പള്ളി വിജയിച്ചിട്ടുള്ളത്. ഏതൊക്കെയായാലും ഒരു കാര്യം പറയാൻ വേണ്ടി സാധിക്കും, 20,000 വീടുകൾ കയറണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 500 കിലോമീറ്ററെങ്കിലും ഈ എൽദോസ് കുന്നപ്പള്ളി നടന്നിട്ടുണ്ടാവാം. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിന് അകത്തെ ഓരോ ഗ്രാമാന്തരങ്ങളിലൂടെയും ഓരോ ഇടവഴികളിലൂടെയും കടന്നു ചെന്നുകൊണ്ടാണ് എൽദോസ് കുന്നപ്പള്ളി ഓരോ വോട്ടർമാരെയും കണ്ടിട്ടുള്ളത്. പൊതുവായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അവരോടൊത്ത് ചേർന്ന് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ വിലയിരുത്തുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും എനിക്ക് കുറേയധികം വീടുകളൊക്കെ അദ്ദേഹം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജനകീയനായിട്ടുള്ള ഒരു MLA തന്നെയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിയാസിന് അർഹതപ്പെട്ടതായിരുന്നു ഒരു MLA സ്ഥാനം എന്ന് പറയുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിട്ടിപ്പോകേണ്ടതുമായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള മുഹമ്മദ് ഷിയാസ് പെരുമ്പാവൂർ മത്സരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിജയം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ തന്നെയും അവിടെ ക്രിസ്ത്യൻ സഭകൾ എടുക്കുന്ന നിലപാട്, ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മുഹമ്മദ് ഷിയാസിൻ്റെ വിജയവും പരാജയവും ഇരിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഷിയാസിനെ ഒരിക്കലും നമുക്കൊരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ന്യൂനപക്ഷത്തിൻ്റെയോ ഭൂരിപക്ഷത്തിൻ്റെയോ വ്യക്തമായിട്ടൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു DCC പ്രസിഡന്റായിട്ട് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഒടുവിൽ നമ്മൾ അറിയാൻ പോകുന്ന ഒരു വാർത്ത, ഏറെ വേദനാപൂർവമായിരിക്കാം ഈ ഒരു വാർത്ത ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളി തന്നെ അറിയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഏറെ വേദനയുണ്ടെങ്കിലും എൽദോസ് കുന്നപ്പള്ളി അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് DCC പ്രസിഡന്റിനെ ചുമതല ഏറ്റെടുക്കുമെന്നും അത് കഴിഞ്ഞതിന് ശേഷം 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് പാർലമെന്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുമാണ് മുമ്പിലുള്ളത്. ഈ ഒരു അവസരത്തിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ജാക്കോബിറ്റ് സഭയുടെ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം മാറ്റേണ്ടതായിട്ട് വരും. കാരണം പെരുമ്പാവൂർ ജാക്കോബിറ്റ് സഭയാണെങ്കിൽ കൊച്ചിയിൽ കോൺഗ്രസിന് തലവേദനയായിട്ട് നിൽക്കുന്നത് ലത്തീൻ സഭയാണ്. മറ്റു പല മണ്ഡലങ്ങളിലും ഇപ്പോൾ മൂവാറ്റുപുഴയും അങ്കമാലിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സീറോ മലബാർ സഭയും ഈ പറഞ്ഞ കോൺഗ്രസിനൊരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അവർക്ക് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവ സമൂഹം കോൺഗ്രസിന് എതിരായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരിക്കലും കോൺഗ്രസ് വിട്ട് LDFന്റെ സ്ഥാനാർത്ഥിയൊക്കെയായിട്ട് എൽദോസ് കുന്നപ്പള്ളി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള സാധ്യതകളും തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ച് എൽദോസ് കുന്നപ്പള്ളിക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് DCC പ്രസിഡന്റ് സ്ഥാനമാണ്. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചാലക്കുടി പാർലമെന്റ് സീറ്റ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടാനും സാധ്യതയുണ്ട്. അദ്ദേഹം മത്സരിച്ച് കഴിഞ്ഞാൽ വിജയിക്കാനും സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഏതൊക്കെയാലും പ്രഖ്യാപനങ്ങൾ വരുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മൾ ഈ പറഞ്ഞതിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് അപ്പോൾ പൊതുജനം മനസ്സിലാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.